PM ശ്രീയിൽ CPM വെച്ച് പുലർത്തുന്ന നിഗൂഢതകൾ അവസാനിപ്പിക്കാതെ ഒരു രീതിയിലുമുള്ള കോംപ്രമൈസ് നടക്കില്ലെന്ന് CPI അന്ത്യശാസനം നൽകിക്കഴിഞ്ഞു. ചെറിയ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കി വിഷയം മുക്കാമെന്നാണ് CPI ആദ്യം കരുതിയത്. എന്നാൽ അണികളിൽ വലിയ അവമതിപ്പ് ഉണ്ടാക്കുമെന്ന ചിന്തയിലാണ് CPI നിലപാടിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ചില നീക്കുപോക്കുകൾക്ക് തീരുമാനമായെങ്കിലും കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ് ഇതെന്ന് CPI തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇതോടെയാണ് മന്ത്രിസഭാ യോഗം അടക്കം ബഹിഷ്കരിക്കാൻ CPI തീരുമാനിച്ചത്. നവംബർ 4-നുള്ളിൽ PM ശ്രീയിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ രാജിവെക്കുമെന്നാണ് CPI മന്ത്രിമാർ അറിയിച്ചിരിക്കുന്നത്. രാജിക്കത്ത് തയ്യാറാക്കി അതിൽ ഒപ്പിട്ട് കയ്യിൽ സൂക്ഷിച്ചിരിക്കുകയാണ് 4 മന്ത്രിമാർ. തീരുമാനം അനുകൂലമല്ലെങ്കിൽ കത്ത് മുഖ്യന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോരുമെന്നാണ് മന്ത്രിമാർ അറിയിച്ചിരിക്കുന്നത്. ജെ ചിഞ്ചുറാണി, വി പ്രസാദ്, GR അനിൽ, K രാജൻ എന്നിവരാണ് മന്ത്രിസഭയിലെ CPI പ്രതിനിധികൾ. നിലവിൽ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കാനുള്ള കടുത്ത തീരുമാനത്തിലാണ് CPI എത്തി നിൽക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനോട് നേരിൽ തന്നെ CPI ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ 4 മന്ത്രിമാരും പങ്കെടുക്കില്ല. അപമാനിതരായി എന്ന വികാരത്തിലാണ് CPI ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് 8 വർഷത്തിന് ശേഷം ഇത്തരമൊരു കടുത്ത രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് CPI എത്തിയിരിക്കുന്നത്. രാഷ്ട്രീയമായ നിലനിൽപ്പിന് ഇത്തരമൊരു തീരുമാനം എടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് എന്ന് CPI തിരിച്ചറിയുന്നുണ്ട്. മന്ത്രിമാർ രാജിവെക്കണം എന്നുവരെ അഭിപ്രായം പാർട്ടിക്കുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇടപെട്ടിട്ടും CPI നേതൃത്വം വഴങ്ങാതെ മുന്നോട്ട് പോകുന്നത്. നേരത്തെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി മുഖ്യമന്ത്രി ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ച 1 മണിക്കൂറോളമാണ് നീണ്ടത്. എന്തുകൊണ്ട് കരാറിൽ കേരളം ഒപ്പിട്ടു എന്ന് CPIയെ ധരിപ്പിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. എന്നാൽ രഹസ്യമായി എന്തിന് കരാറിൽ ഒപ്പിട്ടു എന്നതിൽ ഒരു വിശദീകരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ബിനോയ് വിശ്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം CPIയുടെ മന്ത്രിമാരെ മുഖ്യമന്ത്രി കണ്ടു. K രാജനും GR അനിലും P പ്രസാദുമാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ മറുപടി പറയാത്തതിലെ പ്രതിഷേധം മന്ത്രിമാർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. അപമാനിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു ഒത്തുതീർപ്പ് സാധ്യമല്ലെന്നും മന്ത്രിമാർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം CPM സെക്രട്ടേറിയറ്റ് യോഗം വീണ്ടും ചേർന്നിരുന്നു. ഇതിലാണ് മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കാനും പിന്നീട് രാജിവെക്കാനുമുള്ള കടുത്ത തീരുമാനവുമായി മുന്നോട്ടു പോകാൻ തീരുമാനമായത്. CPI മന്ത്രിമാർ രാജിവെക്കുമെന്ന് ഉറപ്പായതോടെ PM ശ്രീയിൽ തുടർ നടപടികൾ വൈകിപ്പിക്കുമെന്ന് CPIക്ക് ഉറപ്പ് നൽകുകയാണ് CPM ചെയ്യുന്നത്. ആലപ്പുഴയിൽ ചേർന്ന അടിയന്തര സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ഇത്തരമൊരു സമവായ നിർദ്ദേശമുണ്ടായത്. ഇക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ CPIയെ അറിയിക്കുകയും ചെയ്തെങ്കിലും CPI വഴങ്ങുന്ന മട്ട് കാണുന്നില്ല. PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്രം ഫണ്ട് വാങ്ങുന്നതിൽ തിടുക്കം കാണിക്കില്ലെന്നും പദ്ധതിക്കായി തെരഞ്ഞെടുത്ത സ്കൂളുകളുടെ പട്ടിക കേന്ദ്രത്തിന് കൈമാറില്ലെന്നും CPM ഉറപ്പ് നൽകിയെങ്കിലും CPI അത് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. ഇതിനു പുറമെ പദ്ധതി എങ്ങനെ നടപ്പാക്കണമെന്ന കാര്യത്തിൽ മുന്നണിയിൽ വിശദമായ ചർച്ച നടത്തുമെന്നും ഒരു സമിതി നിശ്ചയിക്കുന്നതും പരിഗണിക്കാം തുടങ്ങിയ ഉറപ്പുകളുമാണ് CPIക്ക് മുന്നിൽ വച്ചിരിക്കുന്നത്. നേരത്തെ ധാരണാപത്രം ഒപ്പിട്ടതിന്റെ സാഹചര്യം വിശദീകരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ബിനോയ് വിശ്വത്തെ MN സ്മാരകത്തിൽ എത്തി നേരിൽ കണ്ടിരുന്നു. എന്നാൽ അതുകൊണ്ട് ഒന്നും CPI അയഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടത്. ആ ഇടപെടലിനും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന മന്ത്രിമാരുടെ രാജിയോടെ CPMന് ബോധ്യമാകും.